ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ ജീവിതത്തിൽ അവശ്യം വേണ്ട ഒരു ഗുണമാണ് ക്ഷമ. കാരണം പ്രതിബന്ധങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ക്ഷമയാണ്. ഒരു പൂമൊട്ട് ബലം പ്രയോഗിച്ച് വിടർത്തിയാൽ പൂവിൻ്റെ പരിമളവും ഭംഗിയും അറിയുവാൻ കഴിയില്ല. സ്വാഭാവികമായി വിടരാൻ അനുവദിച്ചാൽ മാത്രമേ അതറിയാൻ സാധിക്കൂ. അതുപോലെ ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ജീവിതം സന്തോഷഭരിതമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വേണ്ട പ്രഥമ ഗുണം ക്ഷമയാണ്. ക്ഷമാശീലം വളർത്തിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായി സമാധാനമായിരുന്ന് അന്ന് ചെയ്ത കർമ്മങ്ങളെ വിലയിരുത്തണം. ഇന്ന് ഞാൻ എത്ര പേരോട് ദേഷ്യപ്പെട്ടു? ഏതൊക്കെ സാഹചര്യങ്ങളെ ക്ഷമയോടെ സമീപിക്കാനായി? ഈ രീതിയിൽ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ദേഷ്യം വന്നാൽ ഉടനെ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് അന്നേരം അടക്കാനാകാത്ത ദേഷ്യം വന്നെങ്കിലും ഞാൻ വളരെ പ്രയാസപ്പെട്ട് സ്വയം നിയന്ത്രിച്ചു. പിറ്റേന്ന് ഉറക്കമുണർന്നപ്പോഴാണ് തെറ്റെൻ്റെ ഭാഗത്തായിരുന്നു എന്ന് ബോധ്യമായത്. ആ സമയത്ത് ഞാൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ അത് വലിയ തെറ്റായി പോകുമായിരുന്നു. ഇപ്രകാരം പലരും പറയാറുണ്ട്. അതിനാൽ ക്ഷമ ഏറ്റവും ആവശ്യമാണ്. ജീവിതയാത്രയിൽ പരാജയവും ഇച്ഛാഭംഗവും അപമാനവും അവഹേളനവും ഒക്കെ അനുഭവിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ അവയിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ ഉണർവോടെ യാത്ര ചെയ്യാൻ ക്ഷമ കൂടിയേ തീരൂ. ക്ഷമിക്കലാണ് ഗമിക്കൽ, അതായത് മുന്നോട്ടുള്ള പോക്ക്. കൈപ്പേറിയ അനുഭവങ്ങൾ മറന്നാലേ അവ മനസ്സിലേൽപ്പിച്ച മുറിവുകൾ പൊറുക്കുകയുള്ളൂ. ഈ മറക്കലാണ് പൊറുക്കൽ. ക്ഷമയാണ് ജീവിത വിജയത്തിൻ്റെ താക്കോൽ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.